ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ IoT എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല ഹോം അപ്ലയൻസസും IoT ബേസ്ഡ് ഡിവൈസുകളാണ്. ഫ്രിഡ്ജസ്, വാഷിംഗ് മെഷീൻ, പവർ സപ്ലൈ, ഹോം സെക്യൂരിറ്റി സിസ്റ്റം തുടങ്ങി ഒരുപാട് ഡിവൈസുകളിൽ ഇന്ന് IoT ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു പുറമെ മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, സർവീസ് ഇൻഡസ്ട്രി തുടങ്ങി എല്ലാ മേഖലകളിലും IoT ഡിവൈസുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. സെൻസേഴ്സ്, ക്ലൗഡ്, കണക്ടിവിറ്റി, ഡാറ്റ അനലിറ്റിക്സ്, യൂസർ ഇന്റർഫേസ് എന്ന് തുടങ്ങി ഒരുപാട് ടെക്നോളജികൾ IoT ഡിവൈസുകളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. 2, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. IoT പോലെ തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ടേമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഗൂഗിൾ ആളുകളുടെ ബിഹേവിയർ പഠിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് പ്രിഫറൻസസ് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെയുള്ള ഒരു ഇൻഫ്ലുവൻസ് ഡെയിലി ലൈഫിൽ തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കും. ആമസോണിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോഴോ നെറ്റ്ഫ്ലിക്സിൽ മൂവീസ് കാണുമ്പോഴോ അല്ല, ഇത് പലർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ധാരാളം പരീക്ഷണങ്ങൾ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ധാരാളം മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. 3, സൈബർ സെക്യൂരിറ്റി. എല്ലാം ഡിജിറ്റൽ ആകുമ്പോൾ അതിനോടൊപ്പം തന്നെ വളരുന്ന ഒന്നാണ് സൈബർ അറ്റാക്ക്. ഹാക്കേഴ്സ് ഓൾറെഡി നമ്മുടെ ഇടയിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി വളരുന്നതനുസരിച്ച് വളരുന്ന ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നാം എത്രത്തോളം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നോ അത്രത്തോളം വളരാൻ പോകുന്ന ഒരു മേഖല കൂടിയാണ് സൈബർ സെക്യൂരിറ്റി. 4, റോബോട്ടിക്സ്. പല മാനുഫാക്ചറിങ് യൂണിറ്റ്സും വെയർഹൗസും ഒക്കെ ഓൾറെഡി റോബോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജപ്പാനിലൊക്കെ ഓൾഡ് ഏജ് ഹോംസിൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി റോബോട്ട്സിനെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയും താമസിയാതെ കമ്പനികളിലൊക്കെ കോവർക്കേഴ്സൊക്കെ ആയിട്ട് റോബോട്ട്സിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെയധികം റിസർച്ചുകളും പഠനങ്ങളും നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറയുമ്പോൾ അത്രയും വലുതാണ്. 5, റിന്യൂവബിൾ എനർജി. ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിലാണെങ്കിലും പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും റിന്യൂവബിൾ എനർജി സോഴ്സുകളെ കുറിച്ച് ധാരാളമായിട്ട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. 2050 ഒക്കെ ആകുമ്പോഴത്തേക്കും ലോകത്തെ മുഴുവൻ പവർ സപ്ലൈ റിക്വയർമെന്റ്സും റിന്യൂവബിൾ എനർജി സോഴ്സ് വഴിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 6, ലേണിംഗ്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ ലേണിംഗ് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റം നമുക്കെല്ലാവർക്കും നേരിട്ട് അനുഭവമുള്ളതാണ്. വിർച്വൽ റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ലേണിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസിലൂടെ ലേണിംഗ് പ്രോസസ്സ് ഒന്നുകൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റുമെന്നൊരു സംശയമില്ല. ധാരാളം റിസർച്ചുകൾ അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ടെക്നോളജിയായിട്ട് ഈ ഒരു ലേണിംഗ് മാറും. 7, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ RPA. ഡെയിലി ഓഫീസ് ജോബ്സ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ റോബോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് RPA. ആളുകളെ പോലെ തന്നെ സ്ക്രീനിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനും ഡാറ്റ അനലൈസ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഇത്തരം റോബോട്ടുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്യൂച്ചറാണ്. 8, മെഷീൻ ലേണിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ് ഫീൽഡാണ് മെഷീൻ ലേണിംഗ്. സ്വയം പഠിക്കാൻ സാധിക്കുന്ന ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉണ്ടാക്കാൻ മെഷീൻ ലേണിംഗ് സഹായിക്കും. എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യുന്ന രീതിയാണിത്. ബാങ്കിങ്, ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ്, IT, മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്, ഗെയിമിംഗ്, ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രി തുടങ്ങി എല്ലാ മേഖലകളിലും മെഷീൻ ലേണിംഗ് ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നു. 9, ഡ്രോൺ ടെക്നോളജി. വളരെ എക്സ്പെൻസീവ് ആയിരുന്ന മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജിയായിരുന്നു ഡ്രോൺ ടെക്നോളജി. എന്നാൽ ഇന്ന് അതെല്ലാം മാറി ഫോട്ടോഗ്രാഫി, ജേർണലിസം, ഡെലിവറി തുടങ്ങി എല്ലാ മേഖലകളിലും ഡ്രോൺ ടെക്നോളജി വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ എമർജൻസി എയ്ഡ്സ് തുടങ്ങി വിവിധ മേഖലകളിലും ഡ്രോൺ ടെക്നോളജി ധാരാളമായിട്ട് കടന്നു വരും. അതിൻ്റെ കൂടെ IoT അല്ലെങ്കിൽ AI ടെക്നോളജി കൂടെയൊക്കെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യതകളും വളരെ വലുതാണ്. 10, വിർച്വൽ റിയാലിറ്റി. റിയൽ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് വിർച്വൽ റിയാലിറ്റി. മിലിറ്ററി ഫോഴ്സസ് ഒക്കെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി വിർച്വൽ റിയാലിറ്റി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാനും വീഡിയോ ഗെയിമുകളിലും എംപ്ലോയി ട്രെയിനിങ്ങിനുമെല്ലാം വിർച്വൽ റിയാലിറ്റി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. വരുന്ന ആളുകളിൽ വളരെയധികം ജോലി സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഏരിയയാണ് ഈ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. 11, ഓഗ്മെന്റഡ് റിയാലിറ്റി. വിർച്വൽ റിയാലിറ്റി പോലെ തന്നെ വളരെയധികം സാമ്യമുള്ള മറ്റൊരു ട്രെൻഡിങ് ടെക്നോളജിയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ജനറേറ്റഡ് എലമെന്റ്സ് ഉപയോഗിച്ച് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഗെയിമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങി വിവിധ മേഖലകളിൽ AR ഉപയോഗിച്ച് വരുന്നുണ്ട്. എയർടെക് പ്ലാറ്റ്ഫോമുകളിൽ AR വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. 12, 3D പ്രിന്റിംഗ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ്. ഇൻഡസ്ട്രിയൽ ഇറയിൽ ഏറ്റവും വിലപ്പെട്ട ടൂളായി മാറാൻ പോകുന്നത് ഈ ഒരു 3D പ്രിന്റിംഗ് ടെക്നോളജിയാണ്. 13, ബ്ലോക്ക് ചെയിൻ. ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ധാരാളം കേട്ടുള്ള വാക്കാണ് ബ്ലോക്ക് ചെയിൻ. ഇത് ഇന്റർനെറ്റിന്റെ ഒരു പുതിയ മുഖമാണ്. ഫ്യൂച്ചർ എക്കണോമിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ്, അഡ്വർടൈസ്മെന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചു വരും. 14, ഷെയറിംഗ് എക്കോണമി.
വളരെ ചെറിയ കാലം കൊണ്ട് വളരെയധികം വളർന്ന ഒരു മേഖലയാണ് ഷെയറിംഗ് എക്കോണമി. ഊബർ, ഒല, എയർബിഎൻബി പോലെയുള്ള സർവീസുകൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഇന്ന് ധാരാളം പുതിയ ഇൻഡസ്ട്രീസും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്സ്, മെഷീനറീസ്, ഓഫീസ് സ്പേസ് തുടങ്ങി പുതിയ പുതിയ മേഖലകൾ ഈ ഒരു ഷെയറിംഗ് എക്കണോമിയിലേക്ക് വരുന്നുണ്ട്. ടെക്നോളജി വളരുന്നതനുസരിച്ച് കൂടുതൽ ഷെയറിംഗ് മോഡൽസ് വരുന്ന ആളുകളിൽ കാണുവാൻ സാധിക്കും. 15 ബിഗ് ഡാറ്റ. ഡാറ്റ ആണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ബിഹേവിയർ സ്റ്റഡി നടത്തുന്നതും പ്രിഫറൻസ് സ്റ്റഡി നടത്തുന്നതെല്ലാം കളക്ട് ചെയ്യുന്ന ഡാറ്റ യൂസ് ചെയ്താണ്. ഡാറ്റ കൃത്യമായി കളക്ട് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും സാധിക്കുന്നവരായിരിക്കും ഫ്യൂച്ചർ എക്കണോമി കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിംഗ്, ഹെൽത്ത് കെയർ, പൊളിറ്റിക്സ് തുടങ്ങിയ എല്ലാ മേഖലകളിലും വളരെയധികം ഡിമാൻഡുള്ള ആളുകളാണ് ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. 16 നാനോ ടെക്നോളജി. മെഡിസിൻ മുതൽ അഗ്രികൾച്ചർ വരെ ധാരാളം റിസർച്ച് നടത്തുന്ന ഒരു ഏരിയയാണ് നാനോ ടെക്നോളജി. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ തിരിച്ചറിയുന്നതിനും കൃഷിയിലും ഫുഡ് ഇൻഡസ്ട്രിയിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു മേഖലയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. 17 ജിനോമിക്സ്. ഹ്യൂമൻ ജെനറ്റിക്സ് കോഡിനെ കുറിച്ചുള്ള റിസർച്ച് ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇന്ന് ജിനോമിക്സ് വളരെ വേഗത്തിൽ വളരുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു. ബിൽ ഗേറ്റ്സ്, ഗൂഗിൾ തുടങ്ങിയ ഭീമന്മാർ ജിനോമിക്സിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തും. ക്യാൻസറിന്റെയൊക്കെ ചികിത്സയിൽ ജിനോമിക്സ് വലിയ പങ്കാണ് വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിലൊക്കെ വലിയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു മേഖലയാണ്. 18 5G. IoT, ബ്ലോക്ക് ചെയിൻ, AR, VR തുടങ്ങി ഏതൊരു ടെക്നോളജി എടുത്താലും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒരു വലിയ ഘടകമാണ്. 5G ടെക്നോളജി ഈ മേഖലയിലെല്ലാം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. 19 ഇന്റർനെറ്റ് ഓഫ് ബിഹേവിയർ. IoT പോലെ തന്നെ പോപ്പുലർ ആകാൻ പോകുന്ന മേഖലയാണ് IOB അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസിനെ സംബന്ധിച്ച് പ്രധാനമായ ഘടകമാണ് കസ്റ്റമർ ബിഹേവിയർ. പേഴ്സണലൈസ്ഡ് ഹെൽത്ത് പ്ലാൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, ലേണിംഗ് മെറ്റീരിയൽസ് തുടങ്ങി വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് IOBക്ക് മുന്നിലുള്ളത്. 20 എഡ്ജ് കമ്പ്യൂട്ടിംഗ്. ഹൈ സ്പീഡ് ഡാറ്റ പ്രോസസ്സിംഗ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം ഡാറ്റ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ ഈ ഡാറ്റ എത്രത്തോളം സ്പീഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റുമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എഡ്ജ് കമ്പ്യൂട്ടിംഗ് വളരെ വലിയ പങ്ക് വഹിക്കുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും IoT ആപ്ലിക്കേഷനുകളിലും എഡ്ജ് ടെക്നോളജിക്ക് വലിയ പങ്കാണുള്ളത്.